പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ചില ആളുകൾ ചോദിക്കുന്നത് കാണാം, എന്തിനാണ് മതം? മതമില്ലെങ്കിലും മനുഷ്യൻ നന്നായാൽ പോരെ എന്നുള്ളത്. നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്, മതമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നന്നാവുന്നത്? മതം യഥാർത്ഥത്തിൽ അതൊരു ആവശ്യമല്ല, മറിച്ച് അതൊരു കടപ്പാടാണ്. അപ്പോൾ കടപ്പാടുകളെ കൊണ്ട് എന്തു ഗുണം? അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്നതിന് യാതൊരു പ്രസക്തിയുമില്ലല്ലോ. എനിക്കൊരാൾ ഫ്രീ ആയി സ്പാനിഷ് ഭാഷ പഠിപ്പിച്ചു തന്നു. തിരക്ക് പിടിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും എനിക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് എനിക്ക് ആ ഭാഷ നല്ലപോലെ പഠിപ്പിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി. അത് എൻ്റെ ഒരു കടപ്പാടാണ്, എനിക്ക് അദ്ദേഹത്തോടുള്ളൊരു കടപ്പാടാണ്. അവിടെ നീ എന്തിനാണ് പോയത്? അതുകൊണ്ടുള്ള ഗുണം എന്താണ്? അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന ചോദ്യത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അതുപോലെ തന്നെ നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന, നമുക്ക് അന്നവും വെള്ളവും എല്ലാം തരുന്ന, നമ്മെ പോറ്റി വളർത്തുന്ന സൃഷ്ടാവായ നമ്മുടെ റബ്ബ്, ആ റബ്ബ് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അതിന് ശുക്ർ ചെയ്യൽ, അതിന് നന്ദി ചെയ്യൽ, അത് നമ്മുടെ കടപ്പാടാണ്. അതാണ് മതം. അതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ള ചോദ്യമൊന്നും അവിടെ പ്രസക്തമല്ല. എന്തിനാണ് അള്ളാഹുവിനെ ആരാധിക്കുന്നത്? ലിഅന്നഹു അഹ്ലുൻ ലഹു, അള്ളാഹു അതിന് അർഹനായതുകൊണ്ട് തന്നെ. ലോകത്ത് ഏതൊരു വസ്തുവിനും ഒരു ദൗത്യമുണ്ട്. ആ വസ്തു ആ ദൗത്യം നിർവഹിക്കുന്നില്ലെങ്കിൽ അതൊരു ശല്യമാണ്. നമുക്ക് ഒരു മൊബൈൽ ഫോൺ, നമ്മുടെ ഒരു മൊബൈൽ ഫോൺ കംപ്ലൈൻ്റ് ആയി, നമ്മൾ അതിനെ നന്നാക്കാതെ അതുപോലെ വെച്ചു. അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല നമുക്ക് എന്നല്ല, അത് നമുക്കൊരു ശല്യമായി തീരും. അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലം മുടക്കിയായിട്ടെങ്കിലും അത് മാറും. അപ്പോൾ ലോകത്ത് ഏതൊരു വസ്തുവിനും ഒരു ദൗത്യമുണ്ട്, ഒരു റോളുണ്ട്. ചിലപ്പോൾ ആ റോൾ കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറിക്കൊള്ളേണ്ടി വരും. ഉദാഹരണം, ഒരു ഉപ്പ തൻ്റെ മകളെ 18 വർഷക്കാലത്തോളം നന്നായി പോറ്റി വളർത്തി ഒരു നല്ലയാൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. സ്നേഹനിധിയായ ഉപ്പ എല്ലാ ദിവസവും 5 പ്രാവശ്യം തൻ്റെ മകളെ കാണാൻ വേണ്ടി തൻ്റെ മരുമകൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. 1, 2, 3 ദിവസങ്ങളൊക്കെ ഒരു പക്ഷേ അദ്ദേഹം ക്ഷമിച്ചേക്കാം. പക്ഷേ അവസാനം അദ്ദേഹത്തിന് ക്ഷമ കെട്ടിട്ട് അദ്ദേഹം തൻ്റെ മകളെ ഉപ്പയോട് പറയും, എനിക്ക് വേണ്ട നിങ്ങളെ മോളെ, നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോളി. കാരണം ഈ ഉപ്പ ഇങ്ങനെ വരുന്നത് അവിടെ ഒരു ശല്യമാണ്. അപ്പോൾ ആ ഉപ്പക്കൊരു റോളുണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറുക. അപ്പോൾ ലോകത്ത് ഏതൊരു വസ്തുവിനും ഒരു ദൗത്യമുണ്ട്, ഒരു റോളുണ്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ